പിയേഴ്സൺ മാസ്റ്ററെ, അമേരിക്കൻ സുപ്രീം കോടതി അതിൻ്റെ സുപ്രധാനവും ചരിത്രപരവുമായ ഒരു വിധിയിലൂടെ കഴിഞ്ഞ കുറേ കാലമായി കാലും വെച്ചും കൊണ്ട് ലോകരാജ്യങ്ങൾക്കുമെല്ലാം ചുങ്കം എന്നും പറഞ്ഞ് എഴുതി വിടുന്ന ട്രംപ് കാണിച്ചതെല്ലാം അധികാര ദുർവിനിയോഗമായിരുന്നു. ഫെഡറൽ നിയമപ്രകാരം അദ്ദേഹത്തിന് ആ അധികാരമില്ല എന്നുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചു. അതോടുകൂടി ഓഹരി കമ്പോളങ്ങളിലെല്ലാം കുതിച്ചുയർന്നു. പക്ഷേ ഇത് വകവയ്ക്കാതെ എന്നിട്ടരിശം തീരാതെ അവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞു ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട്, അത് അമേരിക്കയുടെ തന്നെ കോടതിയല്ലേ, ആ കോടതിയെ പരമോന്നത നീതിന്യായ എപെക്സ് കോർട്ടാണ്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആദ്യം 10%, അത് കഴിഞ്ഞിട്ട് ഇന്നലെ 15% ഉയർത്തിക്കൊണ്ടിരിക്കുക. ഈ പണ്ട് ചില തറവാടുകളിലെ കാരണവന്മാർക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെടും പ്രായം ഒരു പരിധി കഴിയുമ്പോൾ. അവർ കാണിക്കുന്ന പോലുള്ള കോപ്രായങ്ങളല്ലേ ഈ മനുഷ്യൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന് തന്നെ നാശമായിട്ട് ഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ലെ, ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ വന്നുവിട്ടാൽ അത് ആ രാഷ്ട്രത്തിൻ്റെ ഭരണ പ്രശ്നങ്ങളിൽ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഭരണ പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമുക്കറിയാം, കുറേ നാളുകളായിട്ട് നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടിലും ദുരിതത്തിലാണ് ഇന്ത്യക്കാരെന്ന നിലക്ക്. കാരണം ഒന്ന്, അമേരിക്കയിലേക്ക് പോകുന്നതായിട്ടുള്ള ഇന്ത്യക്കാരുടെ വിസകളിൽ വലിയ തരത്തിൽ അയാളെ ചാപ്പടിച്ച് ഒരുപാട് പൈസ അവരിൽ നിന്ന് പിടുങ്ങുന്ന സ്ഥിതി വന്നു. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന പല ഇന്ത്യക്കാരെയും അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ വിലങ്ങ് വെച്ച് വിമാനത്തിന് ഇവിടെ കൊണ്ടുവന്ന് തള്ളി. നമുക്കൊന്നും ഒരിക്കലും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റില്ല. അതും കാർഗോ വിമാനങ്ങളിലെ ഇരിക്കാൻ പോലും അവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണേ ചെയ്യുന്നത്. ശരി, അപ്പോൾ നമുക്ക് പക്ഷേ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കത് സംസാരിക്കാനായിട്ട് പറ്റിയില്ല, ഒന്നും പ്രതിഷേധിക്കാനായിട്ട് പറ്റിയില്ല. ക്ഷമയോടെ കാത്തിരുന്നു എന്ന് മാത്രമേ. എന്നാൽ നമുക്കെതിരെ അതിശക്തമായ രീതിയിൽ റെസിപ്രോക്കൽ ടാക്സസ് അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അത് ഒരു ആയുധമായിട്ട് അയാൾ എടുത്തു. നമുക്കെതിരെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും അത് ചൂണ്ടിയ അദ്ദേഹം മുൾമുനയിൽ നിർത്തി. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങാൻ പാടില്ല. നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ അത് ഇയാളാണോ എന്ന ജെന്യൂൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമ്മളുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ പരമാധികാര റിപ്പബ്ലിക്കാണ്, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്. ഈ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പരമാധികാരം ഉണ്ട് എല്ലാ കാര്യങ്ങളും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മേൽ ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ ഇങ്ങനെ കയറി നിരങ്ങുന്നത് ശരിയാണോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇന്ത്യയും തമ്മിലുണ്ടാക്കിയ കരാറ് തന്നെ പ്രഖ്യാപനം നടത്തിയത് ഇദ്ദേഹമാണ്. പ്രഖ്യാപനം നടത്തിയിട്ട് പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല അയാളെ പറയേണ്ടത്. പക്ഷേ അയാൾ കയറി പറഞ്ഞു. അയാൾക്ക് ഒരു മര്യാദയും ഒരു കാര്യത്തിലും ഇല്ല എന്ന് എത്രയോ നാളുകളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അമേരിക്കയുടെ നിത്യനിദാന പ്രവർത്തനങ്ങളിലെല്ലാം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹികെട്ടിട്ടാണ് അവിടുത്തെ അപ്പെക്സ് കോർട്ട്, സുപ്രീം കോർട്ട് ഇയാൾക്കെതിരെ വിധി പ്രസ്താവിച്ചു. ഇയാൾ ചെയ്തുകൊണ്ടിരുന്നതൊന്നും ശരിയല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് മേലാൽ ഇത്തരം പരിപാടികളായിട്ട് പോകാനായിട്ട് പാടില്ല. ഭരണഘടനയ്ക്കകത്തുള്ള ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണ് അയാൾ ചെയ്തിരുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ആരോടും ചോദിക്കാതെ അമേരിക്കൻ പ്രസിഡന്റിനെ നികുതി വർദ്ധിപ്പിക്കാം 10% വരെയൊക്കെയാണ്. ആ പ്രത്യേകമായിട്ടുള്ള അന്ന് സാധൂകരിച്ചത് അമേരിക്ക വമ്പിച്ച കടക്കണിയിലാണ്, അതുകൊണ്ട് അടിയന്തര സാഹചര്യമാണ്. വസ്തുനിഷ്ഠമായിട്ട് കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു അങ്ങനൊരു അടിയന്തര സാഹചര്യം അമേരിക്കയിൽ നിലവിലെന്ന്. അപ്പം സ്റ്റഡി ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വിധിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യ. സ്റ്റഡീഡ് സൈലൻസ് ആണ് ഇന്ത്യ നടത്തിയത്. കാരണം നമുക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെ തന്നെ വരുമെന്നറിയാം. ഈ കാണിച്ച വിഡ്ഢിത്തങ്ങൾക്ക് അവസാനം എന്നൊരു കാര്യം കൂടി അതിനകത്ത്. ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും വളരെ ആഹ്ലാദത്തിലായിരുന്നു ഈ വിധി വന്നതിന് ശേഷം. പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ അതിൻ്റെ ബൂമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 10% പോലും നികുതി പാടില്ല എന്നാണ് പറഞ്ഞത്. അതിന് 10% 10% ആളുകൾക്ക് ആഹ്ലാദമായി. കാരണം എന്താണ്, 18, 20, 25, 50, 100 ഒക്കെ അയാൾ താരിഫ് പ്രഖ്യാപിച്ച് നടക്കുകയാണ് ചെയ്തത്.
അത് ഇനി സാധ്യമല്ല 10ലേക്ക് എത്തിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ കരാറുണ്ടാക്കിയപ്പോൾ സമയത്ത് 18% കുറച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ഇന്ത്യയിലെ കച്ചവടക്കാർ, കയറ്റുമതിക്കാർ ആഹ്ലാദിച്ചു. കാരണം 18 10 ഉള്ളൂ. പക്ഷെ ഇന്നലെ 15 ആക്കി. അത് 15 അതോടെ അതിനകത്തുണ്ടായിരുന്ന ആഹ്ലാദം ഇപ്പൊ കൺഫ്യൂഷനായി. ഇയാൾ 10ഉം 15ഉം കൂടെ ചേർത്ത് 25 ഇനി കൂട്ടുമോ? ടോട്ടലി വേൾഡ് ഈസ് ഇൻ കൺഫ്യൂഷൻ ബിക്കോസ് ഓഫ് ഹിം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് വലിയ കൊളാപ്സിലാണ്. പിന്നെ മാഷെ, ഞാൻ കണ്ട ഒരു കാര്യം, ഇത് ഞാൻ മനസ്സിലാക്കിയ നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാർ ആ രാജ്യത്തെ കോടതികളെ വിമർശിക്കാറില്ല. ഇയാൾ സുപ്രീം കോടതിയെ അപ്പം തന്നെ വിമർശിക്കുകയാണ് പച്ചയായിട്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു MV ജയരാജൻ ഇങ്ങനെ വിമർശിച്ചിരുന്നു. പാർട്ടിക്കെതിരായിട്ടൊരു വിധി വന്നപ്പോൾ ശുംഭന്മാരാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ശുംഭന്റെ വിശദീകരണം ശബ്ദധാരാവലി എടുത്ത് നടത്തുകയും ചെയ്ത്. അതുപോലെ ഒരു MV ജയരാജനായിട്ട് മാറുകയാണ് ട്രംപ് പലപ്പോഴും. ശരിയാണ് അല്ലേ? ശരിയാണ്, അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് MV ജയരാജനേക്കാൾ മോശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്തെന്നാണ് ഇയാളെ കാണിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കക്ക് ഒരു സ്റ്റാൻഡേർഡ് കറക്റ്റ് യഥാർത്ഥത്തിൽ ലോകത്തുണ്ടായിരുന്നു. നമ്മൾ അമേരിക്കയുടെ പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടമാക്കുമെങ്കിലും അമേരിക്ക എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡുള്ള രാഷ്ട്രമാണ് എന്ന നിലപാട്, ആ നിലവാരം മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ബഹുമാനമെല്ലാം എടുത്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രക്രിയകളിലൂടെയാണ് ട്രംപ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് കോമാളിയാണ് എന്ന് മാത്രമല്ല, അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ കോമാളി രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ലേ? ജഡ്ജിമാരെ മാത്രമല്ല, കോടതിയെ മാത്രമല്ല, വക്കീലിനെയും ചീത്ത വിളിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആരോടെന്നറിയാമോ? ഈ കേസ് കൊടുത്തിട്ട് അതിനുവേണ്ടി വാദിച്ച അറ്റോർണി ആയിട്ടുള്ള നെയിൽ കത്യാൽ എന്ന് പറയുന്ന ആൾ, ഇൻഡോ അമേരിക്കൻ ഒറിജിനുള്ള ഒരു മനുഷ്യനാണ്. അങ്ങേരെ കാണിച്ചു തരാം, നീ എല്ലാം കൂടെ ആയിരുന്നു എനിക്കിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന ഈ സ്ട്രീറ്റ് റൗഡിയുടെ പരിപാടി. അതായത് ഇത് ജനാധിപത്യം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു റൗഡി തലവനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഓരോരോ വാർത്തകളൊക്കെ എടുത്ത് നമുക്ക് അത്ഭുതം തോന്നും. രാഷ്ട്രത്തലവന്മാർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ? അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് തോന്നിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പല രാഷ്ട്രങ്ങളെയും അദ്ദേഹം ഞാനിങ്ങ് എടുക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ കാശ് തരാം എന്ന് പറയാണ്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു. കാനഡയുടെ കാര്യത്തിലും അത് ആ കാനഡയോട് പറഞ്ഞ ഞങ്ങളുടെ ഒരു സംസ്ഥാനമാണ്, നീ ഉണ്ടായിരുന്നോ? അതുപോലെ പ്യൂർട്ടോറിക്കയൊക്കെ അവരങ്ങനെ സ്വന്തമാക്കി. 3 സംസ്ഥാനങ്ങൾ നേരത്തെ സ്വന്തമാക്കി, പിടിച്ചടക്കി. എന്ത് ജനാധിപത്യമാണ്! അത് മാത്രമല്ല, കുറച്ച് ദിവസം മുമ്പാണല്ലോ വെനിസുലയിലെ അവിടുത്തെ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കട്ടിലടക്കം പൊക്കി എടുത്തുന്നത്. എന്ത് കാണിക്കുന്നു? അപ്പോൾ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനെ കരുതാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അസാമാന്യ ബുദ്ധിശാലി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതേപോലെ അസാമാന്യ വിക്രിയ നടത്തുന്നവൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. എന്തായാലും അമേരിക്ക പല തരത്തിലും ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും ജീവിത വ്യവസ്ഥയും ഒക്കെ അട്ടിമറിക്കുന്ന പ്രക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ട്രംപാണ്. ഇപ്പോൾ ജോർജ് വാഷിങ്ടൺ, അതുപോലെ എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഭരിച്ചിരുന്ന ഒരു രാജ്യത്തിന് ഇയാൾ ഒരു അപമാനമാണോ അല്ലയോ? അല്ല, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ മണിശങ്കരായ പറഞ്ഞല്ലോ, എന്താണ് പറയുക, KC വേണുവിനെ കുറിച്ച് പറഞ്ഞത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇരുന്ന കസേരയിൽ ഇപ്പോൾ ഗുണ്ടാ സ്വഭാവമുള്ള ചില ആളുകൾ കയറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്കിനി വിലയിരുത്തേണ്ടി വരും. എത്രയോ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരാണ് ഈ ഭൂമുഖത്ത് നിന്ന് രാഷ്ട്രീയത്തിൻ്റെ വലിയ പൂമുഖങ്ങളായിട്ട് ഇറങ്ങിപ്പോയിരുന്നത്. അതിന് പകരം ഇപ്പം അവിടെയൊക്കെ കയറിയിരിക്കുന്ന ആളുകൾ വളരെ മോശം കഥാപാത്രങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇടിഞ്ഞു താഴ്ന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഇടിഞ്ഞു താഴ്ന്നതിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പ്രതിഫലിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഒരു മൂല്യ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയ ചുതിയാണ്, ജീർണതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യാനന്തര കാലത്തിന്റെ ഒരു പ്രോഡക്റ്റാണ് ഇദ്ദേഹം. അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് സത്യാനന്തര കാലത്തിന്റെ പിടിച്ചു നിർത്താൻ ഒരു സുപ്രീം കോടതി ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഒരു ഏക ആശ്വാസം, അല്ലേ? അല്ല, അതൊക്കെ എത്രത്തോളം വില കൽപ്പിക്കും ഇദ്ദേഹം എന്നുള്ള പ്രശ്നമല്ലേ? അതെ, സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറയുന്നു.
അതിനെയൊക്കെ വിലമതിക്കാതെ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറയുമ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇയാളെ ഇംപീച്ച് ചെയ്യേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇംപീച്ച് വേണ്ട സമയമാണ്. പക്ഷേ അമേരിക്ക ഇതിനോടൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാറുണ്ട്. ഇപ്രാവശ്യം നോം ചോസ്കി പോലും എന്തെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ എൻ്റെ അറിവിൽ നമ്മൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ലെന്നുള്ളതാണ് മാധ്യമങ്ങൾ വഴി. നോക്കാം, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.